റോബർട്ട് കിയോസാക്കി റിച്ച് ഡാഡ് ആൻഡ് പുവർ ഡാഡ് എന്ന് പറഞ്ഞ ബുക്കിലെ 3ാമത്തെ ലെസനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. ദ ക്യാഷ് ഫ്ലോ സീക്രട്ട്. അതായത് നമ്മളിപ്പോൾ ഒരു നദി നമ്മൾ കണ്ടിട്ടുണ്ടാവില്ലേ, നദി എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുകയല്ലേ ചെയ്യുക. അഥവാ വെള്ളം ഒരു സ്ഥലത്ത് കെട്ടിക്കിടക്കുകയാണെങ്കിലോ അത് ഡേർട്ടി ആയിട്ട് മാറുമല്ലേ. ഇതേപോലെ തന്നെയാണ് ക്യാഷ്. ഞാൻ എക്സാമ്പിൾ പറയട്ടെ. അതായത് ഒരാളുടെ കയ്യിൽ ഒരു 10 ലക്ഷം രൂപ കിട്ടിയെന്ന് വിചാരിച്ചോ. ആൾ എന്ത് ചെയ്തു, ആ 10 ലക്ഷം രൂപ എടുത്ത് ഒരു കബോർഡിൽ സേഫ് ആയിട്ട് വെച്ചു എന്ന് വിചാരിച്ചോ. ഒരു 10 വർഷം കഴിഞ്ഞിട്ട് അയാൾ ആ പൈസ തിരിച്ചെടുക്കുമ്പോൾ കാണുമ്പോൾ 10 ലക്ഷം തന്നെ ഉണ്ടാവും. പക്ഷേ ഇൻഫ്ലേഷൻ റേറ്റ് ജസ്റ്റ് ഒരു 6% കണക്കൂട്ടിയാൽ പോലും ആ സമയമാകുമ്പോഴേക്കും ഈ പണത്തിന്റെ വാല്യൂ എന്ന് പറയുന്നത് വെറും 5.58 ലക്ഷം രൂപയായിട്ട് കുറഞ്ഞിട്ടുണ്ടാവും. എന്നാൽ ഇതേ സമയത്ത് ആദ്യം അയാൾ ആ 10 ലക്ഷത്തിനെ ഒരു ഗ്യാരണ്ടീഡ് ആയിട്ട് റിട്ടേൺസ് കിട്ടുന്ന, അതിൽ 8% കിട്ടുന്ന സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്താൽ പോലും ആ എമൗണ്ട് 10 വർഷം കഴിയുമ്പോഴേക്കും 21 ലക്ഷം രൂപയായിട്ട് മാറിയിട്ടുണ്ടാവും. ഇതാണ് ഇൻവെസ്റ്റ്മെന്റിന്റെ ആ ഒരു ഗെയിം എന്ന് പറയുന്നത്. ഒരു കാരണവശാലും പണത്തെ ജസ്റ്റ് ഡെഡ് ആയിട്ട് ഇടാൻ വേണ്ടിയിട്ട് പാടില്ല. അതിനെ ഫ്ലോ ചെയ്യിച്ചുകൊണ്ടേ ഇരിക്കുക വേണം. ഓക്കെ, നിങ്ങളൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ ഒരു മാസത്തിലെ ഏറ്റവും അധികം ചെലവ് നിങ്ങൾക്ക് എവിടെയാണ് വരുന്നത്? ഈ സെഗ്മെന്റാണ് ഏറ്റവും കൂടുതലായിട്ട് ചെലവ് വരുന്നത്? ഒന്ന് താഴത്തെ കമന്റിൽ ഒന്ന് പറയാൻ പറ്റുമോ? ഓക്കെ, നമുക്ക് അടുത്ത ലെസണുമായിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.